നമസ്തേ. രത്നങ്ങളും രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്ര ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വ്യാഴത്തിൻ്റെ കാര്യങ്ങളാണ്, വ്യാഴത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വ്യാഴം അനുകൂലമായി നിന്നാൽ ഉള്ള ആ ഒരു അനുഭവങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചു. ഇതേ കാര്യം തന്നെ വ്യാഴം ഒരു നീചാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളും നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി. അതിൻ്റെ ആ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കേണ്ട രത്നങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ചാർട്ട്, ഒരു പഠന വിഷയമാക്കാൻ പറ്റുന്ന ഒരു ചാർട്ട് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ദശാകാലങ്ങൾ അനുസരിച്ചല്ല രത്നധാരണം, നാള് അല്ലെങ്കിൽ സ്റ്റാർ മാത്രം നോക്കിയിട്ടല്ല രത്നധാരണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ആ ഒരു ചാർട്ട്. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചും അതിൻ്റെ രത്നങ്ങളെക്കുറിച്ചും ആൾക്ക് ഉപയോഗിക്കേണ്ട റെഡ് കോറൽസ് കുറച്ചധികം ക്യാരറ്റേജിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇപ്പം നമ്മൾ രത്നങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രത്നങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പം അതിൻ്റെ വെയിറ്റേജ് ഒക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് അതിന് പല ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇപ്പം പ്രായത്തെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന രത്നങ്ങളുണ്ട്, ആളുടെ ആരോഗ്യം അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ രത്നങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ രത്നങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ ഓരോ വ്യക്തികൾക്കും അതിൻ്റെ തൂക്കവും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ റെഡ് കോറൽസ് ഒക്കെ നമ്മൾ ആ ഒരു രീതിയിലാണ് അതിനെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ വ്യാഴത്തിൻ്റെ ഒരു കാര്യങ്ങളാണ്, മീനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, മീനരാശിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ഈ വ്യാഴത്തിൻ്റെ പൊസിഷനിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് മറ്റ് ഗ്രഹങ്ങളുടെ ഒരു ഇതാണ് വന്നിരുന്നാൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ആ വരുന്ന മാറ്റങ്ങൾ? മറ്റ് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പം മീനം തന്നെ വ്യാഴം നിൽക്കുന്നത് വളരെ അതിവിശിഷ്ടമാണ്. മീനൻ രാശിയുടെ അധിപൻ തന്നെ, ഏത് ഹൗസസിൻ്റെ അധിപൻ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു, ഇപ്പോൾ ലഗ്നാധിപൻ ലഗ്നത്ത് നിൽക്കുന്ന ഭയങ്കര ബലം, സവിശേഷത. അങ്ങനെ വ്യാഴമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊവ്വ, സൂര്യന്, ഇതെല്ലാം നമുക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ. ബുധൻ അവിടെ നീചാവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ബുധൻ മീനൻ രാശിയിൽ പുള്ളി നീചാവസ്ഥയാണ്. അതിൻ്റെ നല്ലൊരു ക്ഷേത്രമല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ ബുധന് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നയാളാണ്, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നയാളാണ്. യുക്തിയും ബുദ്ധിയും കൊണ്ട് കാര്യങ്ങൾ തീരുമാനത്തിൽ ഡിസിഷൻസ് എടുക്കുന്നയാളാണ് ബുധൻ. വ്യാഴം എന്ന് പറയുന്നത് ഒരു ആത്മീയതയും ഡിവിനിറ്റിയും വികാരങ്ങളും, അതായത് ഒരു മനസ്സിലുണ്ടാകുന്ന പല വികാരങ്ങളും കൺസിഡറേഷൻസും വിട്ടുവീഴ്ചകളും, ഒരു വികാരജീവി എന്ന് പറഞ്ഞതുപോലെ ഒരു പ്ലാനറ്റാണ് വ്യാഴം. മനസ്സിലല്ലേ? വ്യാഴത്തിന് എല്ലാ കാര്യത്തിനകത്തും വിട്ടുവീഴ്ചകളും, പിന്നെ എന്തെങ്കിലും സംഭവിച്ചാലും ഇപ്പോൾ എനിക്കത് വരാനുള്ളതാ, സാരമില്ല പോട്ടെ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് വികാരങ്ങൾക്ക്. അപ്പോൾ യുക്തിയും വികാരവും കൂടെ ഒരുമിച്ച് ചിലപ്പോൾ പോകണമെന്നില്ല. യുക്തിപരമായി ചിന്തിക്കുന്ന ആൾക്ക് വെറും വികാരപരമായി ചിന്തിക്കുന്ന ഒരാളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് വ്യാഴത്തിൻ്റെ മീനൻ രാശിയിൽ ബുധൻ നീചപ്പെട്ട് പോവുക ചെയ്യുന്നത്. ബുധൻ അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് വരുന്നില്ല. എന്നാൽ പുള്ളി വ്യാഴത്തിൻ്റെ വേ ഓഫ് തിങ്കിങ്, തോട്ട്, അല്ലെങ്കിൽ വ്യാഴം എന്താണോ ആ ക്യാരക്ടറുമായിട്ട് ബുധന് ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടാവും. രണ്ടും നല്ല കാരണം വ്യാഴം ഡിവൈൻ പ്ലാനറ്റാണ്. മറ്റത് വിദ്യാഭ്യാസപരമായിട്ടും കമ്മ്യൂണിക്കേഷൻ പരമായിട്ടും ബുദ്ധിപരമായിട്ടും പഠനത്തിൻ്റെയും ബുദ്ധിയുടെയും കേന്ദ്രമാണ് ബുധൻ. ബുധൻ ഒരു മോശമായിട്ടുള്ളൊരു പ്ലാനറ്റല്ല. അപ്പോൾ യുക്തപരമായ ബുധൻ്റെ നീക്കം വികാരത്തിന് അധിഷ്ഠിതമായിട്ടുള്ള മീനൻ രാശിയിൽ നീച്ചപ്പെട്ടു പോകുന്നു എന്ന് ചുരുക്കത്തിൽ. അപ്പോൾ ഈ വികാരങ്ങളും വിചാരങ്ങളും കൺസിഡറേഷൻസും എല്ലാം തരുന്ന ഈ രാശിയിൽ ശുക്രൻ എക്സോൾട്ടഡാണ്.
വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ ഉച്ചരാശിയും കൂടെയാണ് മീനം. മീനൻ രാശി. അപ്പോൾ നോക്കിക്കണം ആ കോമ്പിനേഷൻസ് എങ്ങനെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. യൂണിവേഴ്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആ തരത്തിലാണ്. വികാര വിചാരങ്ങളും കൺസിഡറേഷനും പരസ്പരം ലവ്, സ്നേഹം, കലയുടെ കൂടെ കേന്ദ്രം കേട്ടോ. കലയും കൂടെ നമ്മൾ മീനൻ രാശിയെക്കുറിച്ച് പറയണം. കാരണം അവിടെയാണ് ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നത്. ഇതെല്ലാം കൂടി ആണെങ്കിൽ ശുക്രന്, ബുധനില്ല. ഇത് കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ആളാണ്. ആ അപ്പം അങ്ങനെ വരുമ്പം ബുധൻ അവിടെ ഒരു ആൾക്കങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നത്. അതാണ് വിദ്യയുടെ അരകത്വവും വിദ്യ ചിന്തിക്കുകയും ബുദ്ധിജീവിയെ പോലെ നിൽക്കുന്ന ബുധൻ വികാരങ്ങൾക്ക് അടിമപ്പെട്ടെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു പ്ലാനറ്റിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിലൊന്ന് ഡിവിനിറ്റിയാണ്, ഒന്ന് വിട്ടുവീഴ്ചകളാണ്, സ്വാത്വികതയാണ്. ഇതെല്ലാം ചിന്തിക്കുന്നത് ബുധനകത്തല്ല. ബുധനൊരു ബിസിനസ്സും കൂടെയാണ്. ബുധന് വ്യക്തിപരമായിട്ട് ചിന്തിക്കും, എങ്ങനെ വേണം, ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കും. മറ്റേ വ്യാഴം കുറച്ചുകൂടെ കൺസിഡറേഷൻസ് ചെയ്യും. അങ്ങനെ എടുക്കുന്ന ഒരു എന്താ വേണ്ട, ശരി അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ആലോചിക്കുന്ന ആളാണ്. അപ്പോൾ ഈ കലയും ഈ പറഞ്ഞ പോലെ വിട്ടുവീഴ്ചകളും മനോവികാരങ്ങളും ഒക്കെ ഒരു കലാകാരന് ചിലപ്പോൾ ചേർന്ന് വരും. അതുകൊണ്ടാണ് ശുക്രൻ അവിടെ പെർഫോമൻസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ക്ഷേത്രങ്ങളും ഇപ്പം ഓരോ ഗ്രഹങ്ങളുടെ 12 ഹൗസസും 12 സോഡിയാക് സയൻസിലും അതിൻ്റേതായിട്ടുള്ള ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ജനറലാണ് ഈ പറഞ്ഞെല്ലാം ജനറൽ ക്യാരക്ടറിസ്റ്റിക്സാണ്. ഇപ്പം മീനം രാശിയിൽ വ്യാഴം, ശുക്രൻ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതേസമയം അവിടെ നിൽക്കുന്നത് ചൊവ്വായും ശനിയും രാവും ഒക്കെ ആണെങ്കിൽ മീനൻ രാശിയുടെ ആ ചില ഗുണങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. അവിടെ വ്യത്യാസങ്ങൾ അതാ പറഞ്ഞു. ഈച്ച് ആൻഡ് എവരി ചാർട്ട് ഹോറോസ്കോപ്പ് ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ ആ ഒരു ആംഗിളിലേ കാണാവുള്ളൂ. നമുക്ക് ഒരിക്കലും പ്രീ അസസ്മെൻറ്റ് ഒരു സ്റ്റാറുകാരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ സ്റ്റോൺ പറയാൻ പറ്റുന്നത്? വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഓരോ ചാർട്ടുകളും ഓരോ ഹൊറോസ്കോപ്പുകളും അത് വ്യത്യസ്തങ്ങളാണ്. നമ്മൾ ആ രീതിയിലാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യേണ്ടെന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഈ മീനം രാശിയിൽ തന്നെ ബുധൻ്റെ ഒരു നീചാവസ്ഥയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ ബുധൻ്റെ രത്നങ്ങളൊക്കെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? പറ്റും. അതായത് ബുധൻ്റെ നമുക്കത് മിഥുന ലഗ്നമായിട്ട് വന്നാൽ ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട്. കൊടുത്തതൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കന്നി ലഗ്നത്തിൻ്റെ 7 നിൽക്കുന്ന നീചപ്പെട്ട ബുധൻ്റെ ഞാൻ കൊടുക്കാറില്ല. ഈ 7th ഹൗസ് ഒരു മാരകസ്ഥാനം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പല ഏത് ഗ്രഹങ്ങൾ നിന്നാലും ആ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളുമൊക്കെ ആർക്കും ഇങ്ങനെ ഗുണം ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഈ വ്യാഴം പോലുള്ള ഗ്രഹങ്ങൾ അങ്ങനെയാണെങ്കിൽ ബുധൻ, അതുകൊണ്ട് എനിക്കൊരു സേഫ്റ്റി കുറവ് തോന്നാനുള്ള കൊടുക്കാറില്ല. അല്ലെ അങ്ങനെ കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറിയ പെരിഡൗട്ട് പോലത്തെ കല്ലുകൾ കൊടുക്കും. അതേസമയം മിഥുന ലഗ്നവും 10ൽ നിൽക്കുന്ന വ്യാഴവും ത്തിൻ്റെ സ്റ്റോൺസ് ഡെഫിനറ്റായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതപ്പോൾ നമുക്ക് ആ ഗ്രഹങ്ങളുടെ ബലങ്ങളും പ്ലാനറ്ററി പൊസിഷൻസ് നോക്കണം. അപ്പോൾ ഇൻ ജനറൽ നോക്കിയാൽ ബുധൻ്റെ കല്ലും വ്യാഴത്തിൻ്റെ കല്ലും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്ന 2 ഓപ്പോസിറ്റ് പ്ലാനറ്റ്സ് ആണെന്ന് പറയും. പക്ഷേ റെയർ സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 10ൽ മിഥുന ലഗ്നം 10ൽ ബുധൻ നീചപ്പെട്ട് നിൽക്കുന്നു. 10ാം ഭാവാധിപൻ വ്യാഴം 2nd ഹൗസ് എന്ന് പറയുന്ന കർക്കിടകത്തിൽ ഉച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ 2ഉം കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒരുമിച്ച് ഒരു മോതിരമായിട്ടല്ല, 2ഉം 2ആയിട്ട് കൊടുത്ത് അതിന് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കരിയറിൽ അതാണ്. പിന്നെ മിഥുന ലഗ്നത്തിൻ്റെ 10th ഹൗസിൽ വ്യാഴമാണ് നിൽക്കുന്നത് വിചാരിക്കുമോ, ഡെഫിനറ്റ്ലി പുള്ളി പറഞ്ഞതുപോലെ ഒരു ഗുരുവാണ്. പുറത്തും വിദേശത്തുമൊക്കെ യാത്ര ചെയ്യാനും വർക്ക് ചെയ്യുവാനും കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഒരു സാധ്യതയുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ അത് ഏത് ഹൗസ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റാണ്.
ഇപ്പോൾ 6th ഹൗസിൽ വ്യാഴം, ചിങ്ങ ലഗ്നം 6th ഹൗസിൽ വ്യാഴം ശരിക്കും നീചപ്പെട്ട് നിന്നാൽ അയാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. വ്യാഴം പാൻക്രിയാസ്, ലിവർ, ഈ ലിപ്പിഡ്, ഈ നമുക്ക് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസൈഡ്സ്, ഈ വ്യാഴം വളരെ നീചപ്പെട്ട് 6th ഹൗസിൽ നിൽക്കുന്നവർക്ക് ഈ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ ഒരു 3 മാസം 4 മാസം കൂടുമ്പം ചെക്ക് ചെയ്യേണ്ടതാണ്. വേരിയേഷൻസ് ഉണ്ടാവും. ഫാറ്റി ലിവറിൻ്റെയൊക്കെ ആണ് ഇത്. കിഡ്നി സ്റ്റോൺസ്, മനസ്സിലല്ലേ? ഇങ്ങനെയുള്ളതെല്ലാം രോഗങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തെടുത്താൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതേസമയം ലഗ്നാധിപനായിട്ട് നിൽക്കുന്നു, ലഗ്നത്തിൽ തന്നെ വ്യാഴം നിന്നാൽ ആ ലഗ്നത്തിലെ വ്യാഴം ഇയാൾക്ക് സകല ആരോഗ്യവും കൊടുക്കും. അപ്പോൾ എല്ലാം നോക്കണം, മാറി മറിഞ്ഞാണ് കിടക്കുന്നത്, എല്ലാം മാറി മറിഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ വ്യാഴമായിരിക്കും പുള്ളിക്ക് ഏറ്റവും കൂടുതൽ, കാരണം ലഗ്നാധിപനാണല്ലോ. വ്യാഴമായിരിക്കും പുള്ളിക്ക് ആരോഗ്യവും പവറും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഹൗസസിനും പ്രത്യേകതയുണ്ട്. ഓരോ ഹൗസസിനും ജനറലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതാണ് നമ്മൾ പൊതുവെ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത്, ഇപ്പോൾ സംസാരിക്കുന്നു. അതേസമയം ഓരോ ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ടാൽ നമുക്ക് ആ ക്യാരക്ടറും ഈ ഗ്രഹങ്ങളുടെ ക്യാരക്ടറും ഒക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് പറയുകയാണെങ്കിൽ കണ്ടാലേ പറ്റത്തുള്ളൂ. അത് ഓരോ ചാർട്ടും നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ അനലൈസ് ചെയ്യണം അല്ലേ? ഇപ്പോൾ ശനി നമുക്ക് ഇപ്പം ഈ തുലാം അല്ലെങ്കിൽ മകരം, കുംഭം ഇതിലൊക്കെ നിൽക്കുന്ന ശനി ഭയങ്കര ഗുണവാനായിട്ട് തന്നെ വരും. ശനി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രഹനിലയായിട്ടാണ്. ഇതേ ശനി തന്നെ മേടത്തിൽ ആണ് നിൽക്കുന്നത് ആ ബർച്ചാട്ടിലെങ്കിൽ ശനി ഒരു ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. എന്നാലും നമ്മൾ ശനിയുടെ സവിശേഷതകളൊന്നും ചിലപ്പോൾ മേടത്തിൽ നിൽക്കുന്നതിന് കാണത്തില്ല. കാരണം മേടം ശനിയുടെ നീചരാശിയാണ്. അപ്പോൾ ഇതെല്ലാം ഗ്രഹങ്ങൾക്കല്ല, എല്ലാ ഗ്രഹങ്ങളും നല്ലതല്ല. നാളെയും സാറേ ഞാൻ ഇന്ന നാളാണ് കൊള്ളുകയല്ലേ, എങ്ങനെ പറയാൻ പറ്റും? അപ്പാടെ 27 നാളല്ലേ ഉള്ളൂ, കോടാനുകോടി ജനങ്ങളുമുണ്ട്. ഇപ്പം എല്ലാ 27 ക്യാരക്ടറേ ഉള്ളോ മൊത്തത്തിൽ? അല്ലല്ലോ, ഇല്ലേ? ഒരു കുടുംബത്തിൽ തന്നെ പലരും പലതാണ്. ഒരേ നാളുകാർ തന്നെ പല സവിശേഷതകൾ നിൽക്കുന്നവരുണ്ട്, കാണിക്കുന്നുണ്ട്. ഒരിക്കലും അതൊന്നും എല്ലാം ജനറൽ. അപ്പോൾ ജനറൽ ഇൻഫർമേഷൻസ് കണ്ടിട്ട് ജനറലായിട്ട് വായിച്ചതിന് ശേഷം പോയി കല്ലുകൾ മാറി ചെയ്യുക, ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കാം. അപ്പോൾ ഈ ജനറൽ ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു രത്നധാരണത്തിലേക്ക് ഒരിക്കലും പോകരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ദശാകാലങ്ങളോ സ്റ്റാറോ നോക്കിയിട്ടുള്ള രത്നധാരണം പോലെ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ജനറൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെ എന്ന് അതിൻ്റെ ഒരു കല്ലിട്ടേക്കാം. അതെ, ഞാൻ രത്നശാസ്ത്രം എന്ന് പറഞ്ഞ ബുക്കിനകത്ത് ആദ്യത്തെ പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ പേജിൽ അത് എഴുതേണ്ട കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചായിരുന്നു. കാരണം രത്നങ്ങളെക്കുറിച്ചുള്ള ബുക്കാണ്. പക്ഷേ രത്നങ്ങളും അല്ലെങ്കിൽ ജമോളജിയും അസ്ട്രോളജിയും ഒരു നാണയത്തിൻ്റെ 2 വശമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്, മറ്റൊരാൾ ധരിച്ചു എന്ന് കരുതിയിട്ട് അയാൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായി, എന്നാൽ ഞാനും വാങ്ങി ധരിക്കുക, അങ്ങനെ ഒരിക്കലും രത്നങ്ങളെ കാണരുതെന്നുള്ളൊരു വാണിങ്ങോട് കൂടിയാണ് ആ ഒരു ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അതിനകത്ത് ധരിച്ചാലുള്ള ഗുണഗണങ്ങളെക്കാളും കൂടുതലും അതേപോലെ തന്നെ ഞാൻ ഇത് ഓപ്പോസിറ്റായിട്ട് ധരിച്ചാലുള്ള ദോഷഫലങ്ങളെ പലതിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രത്നധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. ഇപ്പം ചില രത്നങ്ങൾ ഒരാൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ചിലപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊടുത്തിരിക്കാം, എങ്കിൽ ഞാനും കൂടെ വാങ്ങിയിടാം. അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര അവന് നവരത്നം വാങ്ങിച്ചിട്ട് ഭയങ്കര റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും ഞാൻ കേൾക്കുന്നു. എനിക്കൂടെ ഒരെണ്ണം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ഓക്കെ ആണെങ്കിൽ പറയും ഓക്കെ എന്ന് പറയും, ഓക്കെ അല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകത്തില്ല എന്ന് തന്നെ പറയും. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം.
നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ രത്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇതായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങൾ ഓരോ വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല രീതികളിലാണ്. ഇപ്പം മനുഷ്യർക്ക് ആരോഗ്യവും ആത്മവിശ്വാസവും ആ ഒരു കോൺഫിഡൻസൊക്കെ തരുന്ന ഗ്രഹങ്ങൾ, അതിൻ്റെ ഇൻഫ്ലുവൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പോകാറുണ്ട്. ചില ഗ്രഹങ്ങൾ നമുക്ക് കൂടുതലൊരു ഊർജ്ജവും ഉന്മേഷമൊക്കെ തരും. നമ്മൾ പ്രത്യേകിച്ച് ഈ ചൊവ്വ പോലെയുള്ള ഗ്രഹങ്ങൾ, അതിൻ്റെ രത്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മളങ്ങനെ പറയാറുണ്ട്. അതിൻ്റെ ആ ഗ്രഹങ്ങളുടെ രത്നങ്ങൾ ധരിക്കുമ്പം ആ വ്യക്തിക്ക് വരുന്ന ഒരു മാറ്റമാണല്ലേ? അതെ, പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ വരുന്നു. കോൺഫിഡൻസ് തരുന്ന എല്ലാ രത്നങ്ങളിലും മെഡിസിനൽ വാല്യൂ പോലെ കോൺഫിഡൻസും എല്ലാം ഉണ്ട്. ഇപ്പോൾ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്ന് കോൺഫിഡൻസ് ആണത്. അത് ചിലപ്പം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് അല്ലെങ്കിൽ സ്വാധീനായിട്ടുള്ള വേടം നിന്നാലും ഉണ്ടാവും, ബുധൻ നിന്നാലും ഉണ്ടാവും, അങ്ങനെ ഉള്ള എല്ലാം ഉണ്ടാവും. പക്ഷേ കോൺഫിഡൻസ് ലെവൽ കൂടുതൽ തരുന്നത് ചൊവ്വയാണ്. മനുഷ്യൻ്റെ കോൺഫിഡൻസ് ലെവൽ. അതുകൊണ്ടാണ് ചൊവ്വയുടെ കല്ല് അമിതമായിട്ട് ഉപയോഗിച്ച് ചിലപ്പം ആത്മവിശ്വാസം കൂടിപ്പോവും, എടുത്തിയാട്ടം കാരണം കാര്യങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോകും, അമിതാവേശം കൂടും. കാരണം സ്പീഡ് പ്ലാനറ്റും ഒക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ മറ്റ് ഗ്രഹങ്ങളെല്ലാം വീക്കായിട്ട് പോകുന്ന സിറ്റുവേഷൻ ചൊവ്വയ്ക്ക് മാത്രം ഒരു പ്ലസ് പോയിന്റ് കിടക്കുന്ന സമയത്ത് നമുക്ക് ആ ചൊവ്വയുടെ കല്ല് അതിൻ്റെ തൂക്കം നമുക്കതനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കോറൽസും പേൾസിനും തേയ്മാനം സംഭവിക്കും. എന്നും കംപ്ലൈൻറ്റ് കിട്ടുന്ന ഒരു കാര്യം നവരത്നത്തിനകത്തെ പേള് പോയി കോറൽ പോയെന്നുള്ള കംപ്ലൈൻറ്റ്സാണ് അല്ലേ? അതെ, എപ്പോഴും. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് തേഞ്ഞ് പോകുന്നതാണ്. ഒരു പരിധി വരെ നമ്മൾ 10, 15 കൊല്ലം 16 കൊല്ലമായിട്ടൊരു നവരത്ന മോതിരം ഉപയോഗിക്കുന്നു. ഇപ്പോൾ ലേഡീസിൻ്റെയൊക്കെ ഒരുപാട് വെയിറ്റിലൊന്നുമല്ല ലേഡീസ് പാറ്റേണുകൾ വരുന്നത്. ഒരു 3 ഗ്രാം ചെയ്യുന്നുണ്ട്, 4 ഗ്രാം ചെയ്യുന്നുണ്ട്, ഒരു 8 ഗ്രാം ലേഡീസിൻ്റെ ഒരു റിങ് വൃത്തികേട്, അവർക്കൊരു ബൾക്കി സൈസ്. അതുകൊണ്ട് എപ്പോഴും വരുന്നതെല്ലാം ലൈറ്റ് വെയിറ്റ് 4 to 5 ഗ്രാം 6 ഗ്രാംസിലാണ് വരുന്നത്. ഇതെല്ലാം ഈ 916 പണിത് വരുന്ന കല്ലുകൾ രത്നങ്ങളായതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഈ മെറ്റലിനും തേയ്മാനം സംഭവിക്കും. മെറ്റലിന് തേയ്മാനം കാലക്രമത്തിൽ സംഭവിക്കുന്നതാണ്. കാലക്രമത്തിൽ സംഭവിക്കുകയും ഒരേയും ചിലപ്പോൾ അതിനകത്ത് ഇങ്ങനെ പിഞ്ച് പോങ് പോലത്തെ സെറ്റിങ്ങൊക്കെയാണ് അതിങ്ങനെ നടന്ന പോലെ ഒക്കെ ചെയ്യുമ്പം, പ്രത്യേകിച്ച് പിന്നെ ലേഡീസ് ആകുമ്പോൾ അവർ ചിലപ്പോൾ ഇതൊന്നും മോതിരം ഒന്നും അഴിച്ചു വെക്കാതെ ഡിറ്റർജൻസ് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡാമേജ് ആകുന്ന കല്ല് കോറൽസും പേൾസും നഷ്ടപ്പെട്ടു പോകാനും സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പ്രോങ് സെറ്റിങ്ങിനും ഈ പറഞ്ഞ പോലെ നിൽക്കുന്ന ഇങ്ങനെ പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതൊക്കെ എല്ലാം കുറേശ്ശെ തേയ്മാനത്തിൽ 10, 16 കൊല്ലം 20 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ എല്ലാം അങ്ങ് ഫ്രഷ്നെസ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ തെരുതെരെ പോകുന്നത് പേള് മുത്ത് അല്ലെ പവിഴം തെരുതെരെ പോകും. ഇത് ആൾക്കാർ വിചാരിക്കും ഇത് ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു, രണ്ടാമത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു, മൂന്നാമതും പോകുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അത് ആ മോതിരം ചേഞ്ച് ചെയ്യാൻ സമയമായി. നമുക്ക് ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും അതിലുള്ള എൻ്റെ തേയ്മാനങ്ങൾ. അപ്പോൾ അതെപ്പോഴും നമ്മൾ സ്ത്രീകളൊക്കെ നവരത്ന മോതിരങ്ങൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ റിങ്ങാ ഉപയോഗിക്കുന്നെങ്കിൽ ഡിറ്റർജൻസൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഊരി വെക്കണം. പേൾസും കോറൽസും ഉപയോഗിക്കുന്നവരും അത് ഊരി വെക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ കെമിക്കൽ കോണ്ടാക്ട്സ് എല്ലാം ഈ സോഫ്റ്റ് സ്റ്റോൺസിനെ എഫക്റ്റ് ചെയ്യും. ടർക്കോയിസ് ഓപ്പൽസ് എല്ലാം അമ്പർ പോലത്തെ കല്ലുകൾക്കെല്ലാം ഇതിനകത്ത് ഉപയോഗിക്കാം. സ്വർണ്ണങ്ങൾ ഡയമണ്ടോ റൂബിയോ ഒന്നും ഇട്ടാൽ അതൊന്നും വിഷയം വരുന്നില്ല. ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് ഈ പറയുന്ന ഡാമേജസ് ചിലപ്പം പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യത സംഭവിക്കും. കല്ലുകൾ എപ്പോഴും നമ്മൾ അതേപോലെ രീതിയിൽ അതെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ കോറൽസ്, പേൾസ്, ആംബർ, ടർക്കോയിസ് പോലെയുള്ള രത്നങ്ങൾ ഇപ്പം അതിൻ്റെ ഹാർഡ്നെസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചിലപ്പം ഈ ഓപ്പൽസ് പോലെയുള്ള രത്നങ്ങൾ അധികം വെള്ളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളർ തന്നെ വെള്ളം അബ്സോർവ് ചെയ്യുന്ന ഒരു നേച്ചറുണ്ട് ഓപ്പൽസിനുണ്ട്, ടർക്കോയിസിനും ഉണ്ട്. ചിലപ്പം കളർ തന്നെ ഒരു ചേഞ്ചസ് ചിലപ്പം അവിടെ സംഭവിക്കും. അതാണ് അപ്പോൾ കളർ മാറിപ്പോവും. ഇപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുകയൊക്കെ ചെയ്യും ചില നനവോടുകൂടി അങ്ങനെ നനഞ്ഞ് കിടന്ന്. ഇപ്പോഴും നമ്മൾ നനവ് പറ്റിയാൽ എപ്പോഴും കല്ലുകൾ ചെറുതായിട്ടൊന്ന് ഒരു ടിഷ്യൂ പേപ്പറോ സോഫ്റ്റായിട്ടുള്ള കോട്ടണോ ഉപയോഗിച്ചിട്ടൊന്ന്
തുടച്ച് വൃത്തിയാക്കി വേണം വെക്കാനായിട്ട്. അല്ലെ വെള്ളം വലിച്ചെടുക്കുന്ന കല്ലുകളുണ്ട്. അത് അത് ആ കല്ലിൻ്റെ ഒരു ക്വാളിറ്റി പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ കല്ലുകൾക്കും ഒരു നേച്ചറുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അത് ആ ഭൂമി നൽകിയിരിക്കുന്ന അങ്ങനെയാണ്. അതറിഞ്ഞു വേണം നമ്മളതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ളത്. അതാണ് ഏത് കല്ലാണ് നമ്മുടെ കൈ കിടക്കുന്നത്, അതെങ്ങനെയാണ്, അത് ഡ്യൂറബിളായിട്ടുള്ള രത്നമാണോ, തേയ്മാനം സംഭവിക്കുന്നതാണോ, രാത്രിയിലൊക്കെ നമുക്ക് ഇട്ട് കിടക്കാമോ, കേട്ടാന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പോകാതെ ഭക്ഷണം കഴിക്കുമ്പം ഉപയോഗിക്കാവോ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യവും എല്ലാവരും മനസ്സിലാക്കേണ്ട, കാരണം അവരുടെ സബ്ജക്റ്റ് അല്ല. അവനോ വാങ്ങിയിടുന്ന രത്നങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഒരു ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. വാങ്ങിയിരിക്കുന്ന ഒറിജിനലാണോ, ഇതാണോ ഈ കല്ലിൻ്റെ ഒറിജിനൽ കളറ് എന്നൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രത്നങ്ങൾ വാങ്ങുന്നത് തന്നെയല്ല, അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന രത്നത്തെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജും കൂടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ ആ ഒരു എത്ര സൂക്ഷ്മതയോടെ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം നമുക്കത് ഉറപ്പ് തരുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള രത്നങ്ങളുടെ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്നും ഈ എപ്പിസോഡിൽ നമുക്ക് പല സംശയങ്ങൾക്കുള്ള മറുപടിയും ധാരാളം വിവരങ്ങളും രത്നവിശേഷങ്ങളും ഉണ്ടായിരുന്നു. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായിട്ട് ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം.